ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, കിച്ചുമണീസ് വേൾഡ്. അപ്പോൾ അതിലെന്തായാലും ഇന്നൊരു ഏറ്റവും ചെറുതായിട്ട് നമുക്കൊരു മെഴുക്കുവരട്ടി എങ്ങനെ വെക്കാം എന്നാണ് ഞാൻ പറയാൻ പോണത്. എന്തായാലും ആദ്യമായിട്ട് തുടങ്ങുന്നതിൻ്റെ കുറവുകളുണ്ടാവും. എല്ലാവരും സഹകരിക്കണം, ഉഷാറായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എന്നാലാണ് ഞങ്ങൾക്കും കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ചെറുതായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം തന്നെ അടുപ്പിലൊരു പാൻ വെച്ചു, ഗ്യാസ് ഓണാക്കി. ചൂടായി വരുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിക്കാൻ കുറച്ച്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും എളുപ്പത്തിൽ അത് ചെയ്യാൻ നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ളൊരു കറി. സബോള ഇട്ട് കൊടുത്തു. അത് ആയി തുടങ്ങണം. അപ്പോഴത്തേനും നമുക്ക് ഒരു തുള്ളി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കൈക്കണക്കാണ്. എനിക്ക് കണക്കുകളൊക്കെ ഇനി ഞാൻ കുറേശ്ശെ പതുക്കെ പറഞ്ഞ് തുടങ്ങണതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ അതിനാവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി വെക്കാം. എല്ലായിടത്തേക്കും ആവണ പോലെ ഇളക്കി. തീ കുറച്ച് വയ്ക്കണേ. എല്ലാം ഇളക്കി വെച്ച് ഒന്ന് യോജിച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞ് മൂടി വെച്ചേക്കാം. അത് അവിടെ ആവിയിലിരുന്ന് വേവണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ആവിയിലിരുന്ന് വെന്തോളും. നല്ല എന്ത് ടേസ്റ്റാണെന്നറിയാമോ? ഇത് എൻ്റെ മമ്മി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. മമ്മി ഇന്നില്ല. അപ്പോൾ മമ്മിയുടെ ഓർമ്മയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഇത് തന്നെ ചെയ്യാൻ തുടങ്ങണേ. ഏറ്റവും ചെറുതിൽ നിന്ന് നമുക്ക് തുടങ്ങിയാലോ. ഏറ്റവും വമ്പം വരെ നമ്മുടെ കയ്യിലുണ്ടല്ലോ കറികളും കാര്യങ്ങളൊക്കെ. എന്തായാലും ഏറ്റവും കുഞ്ഞിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. എൻ്റെ മമ്മീനെയും കൂടി ഓർത്ത്, ഇവിടുത്തെ അമ്മേനെയും ഓർത്ത് ഞാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇടയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. തീ കുറച്ച് വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഏറ്റവും ലോയിലിട്ട് പതുക്കെ ആവണം. അപ്പം നല്ല കറക്റ്റായിട്ടായി വരും. മൂടി വയ്ക്കാം. അപ്പോൾ ഈ സബോള വഴണ്ട് വരുന്നുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് കളർ അങ്ങോട്ട് മാറി വരും. അതുവരെ ആവണം. അപ്പോഴാണ് രസം. അതിനെപ്പോഴും തീ കുറച്ച് വെക്കാൻ എപ്പോഴും ഓർക്കണം കേട്ടോ. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞേ പോവുള്ളൂ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടില്ല. അപ്പോൾ നമ്മുടെ സബോള മെഴുക്കുവരട്ടി, ഏറ്റവും എളുപ്പത്തിലുള്ള മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് നല്ലോണം ഉണ്ടാകാൻ പറ്റും. അങ്ങനെ ഇതൊരു പാത്രത്തിലേക്ക് ആക്കാം. സബോള നല്ലോണം എടുത്താൽ നിറച്ചുണ്ടാവും കേട്ടോ. സബോള വഴണ്ടി വരുമ്പോൾ വളരെ കുറവായിരിക്കുമല്ലോ. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് നിറച്ചുണ്ണാൻ പറ്റും. അത്ര നല്ല ഒരു മെഴുക്കുവരട്ടിയാണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ഷെയർ ചെയ്യുക.